ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അജോ ധ്രുവ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം പലപ്പോഴും പല ഫോട്ടോഗ്രാഫർമാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ലാബുകളിൽ നടക്കുന്ന ഒരു ഇഷ്യൂ. കാരണം നമ്മൾ ഒരു പടം എടുത്തു, അത് നന്നായി എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റ് ചെയ്ത് നമ്മൾ പലയിടത്തും നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇപ്പം ലാബുകളൊക്കെ ഇപ്പം വളരെ ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ വി ട്രാൻസ്ഫറിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ ആൽബം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൂ. സോ നമ്മൾ അങ്ങനെ അയച്ചു കൊടുത്ത് നമുക്ക് ആൽബം വന്നു. ആൽബം നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ആ പ്രിൻ്റ് ആ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി പ്രിൻ്റ് ചെയ്ത് തരാൻ ലാബുകൾക്ക് ബാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളത്. തീർച്ചയായും ലാബുകൾക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പ്രിൻ്റ് തന്നെങ്കിൽ തീർച്ചയായും ലാബുകൾ അത് മാറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ലാബുകൾക്കുണ്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് അവൻ ഒരു ലാബ്, ഞാൻ ലാബിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ലാബിൽ പ്രിൻ്റ് പ്രിൻ്റ് ചെയ്ത് അദ്ദേഹത്തിന് പ്രിൻ്റ് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ആ ലാബിൽ അവരോട് മാറ്റി തരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരാദ്യം അത് മാറ്റി കൊടുക്കാനായിട്ട് തയ്യാറായില്ല. കാരണം അവന് സ്ഥിരമായ ആ ലാബിൽ പ്രിൻ്റ് ചെയ്യുന്ന ആളല്ല, അദ്ദേഹത്തിന് അധികം ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്ന ആളല്ല. സോ അവർ അത് മാറ്റി കൊടുക്കാൻ ആദ്യം അവർ തയ്യാറായില്ല. പിന്നീട് അവർ പറഞ്ഞത് പകുതി പേയ്മെൻറ്റ്, അതായത് വീണ്ടും റീപ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ പകുതി പേയ്മെൻറ്റ് നൽകിയാലേ പ്രിൻ്റ് ചെയ്ത് നൽകുള്ളൂ എന്ന് പറഞ്ഞു. സോ അവനതിന് വില്ലിങ് ആയിരുന്നില്ല, കാരണം അവന് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രിൻ്റ് അവന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിന് തയ്യാറായില്ല. പിന്നീട് പല രീതിയിലുള്ള പലരും ഇടപെട്ട് എന്നെക്കുറിച്ചെല്ലാം സംസാരിച്ച് ഒരു കാൽഭാഗം പേയ്മെൻറ്റ് അവൻ നൽകി പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. സോ അതിൻ്റെ ആവശ്യമില്ല. കാരണം ലാബിൽ നമ്മൾ പോകുന്നു, പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞത് പോലും ആ ലാബുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാബുകാരുടെ കസ്റ്റമറാണ്. നിങ്ങൾ ഏതൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ച് നമുക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാ കമ്പനികളും, ഈവൻ നമ്മുടെ ഓൺലൈൻ ഷോപ്പുകൾ പോലും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നൽകുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ മാറ്റി റീപ്രിൻ്റ് ചെയ്ത് തരാനുള്ള ബാധ്യത ലാബുകൾക്കുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങളൊരു കസ്റ്റമർ, ആ ലാബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കസ്റ്റമർ ആയിരിക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ചെയ്തു തരാൻ ബാധ്യതയുള്ളതാണ്. സോ ഇനി അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് കൺസ്യൂമർ കോർട്ട് പോലെയുള്ള കോർട്ടുകളിൽ നിങ്ങൾക്ക് സമീപിക്കാം, ലാബ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലെങ്കിൽ. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾ ബില്ലും ഇതെല്ലാം കീപ്പ് ചെയ്യണം. പല ലാബുകളും ബില്ലൊന്നും നൽകാറില്ല. സോ അതൊരു പിന്നീട് ഒരു ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബില്ലുകൾ ഇതൊക്കെ വാങ്ങിക്കുക. പിന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ടാണ് നിങ്ങൾ ലാബിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊറിയറായിട്ടാണ് വരുന്നതെങ്കിലും വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റീപ്രിൻ്റ് ചെയ്ത് മേടിക്കണം. കാരണം നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി, നമ്മുടെ കസ്റ്റമറിന് നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലാബുകളുടെ അവരുടെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ കസ്റ്റമറെ നല്ല സാധനം കൊടുക്കാതിരിക്കാനായിട്ട് ഇടവരുത്തരുത്. നിങ്ങൾ ചോദിച്ച് കൃത്യമായിട്ട് അത് ചോദിക്കണം, ലാബുകാരോട് അതിനെക്കുറിച്ച് പറയണം. നിങ്ങൾ പ്രിൻ്റ് തന്നില്ലെങ്കിൽ, നല്ല പ്രിൻ്റ് നിങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്രിൻ്റ് അവർ ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ മേടിക്കുകയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. അത് അവരുടെ തന്നെ അത് ഈടാക്കാനുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.